കോഴിക്കോട് ഫറൂഖിൽ നിന്നും കഴിഞ്ഞ 24-ാം തീയതി പുറത്തുവന്ന ഒരു ദാരുണമായ വാർത്തയുണ്ടായിരുന്നു. ഫറൂഖ് സ്വദേശിയായ ജബ്ബാർ തൻ്റെ സ്വന്തം ഭാര്യയായ മുനീറയെ വെട്ടുകത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന വാർത്ത. ഇതേ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതര നിലയിൽ ചികിത്സയിലായിരുന്നു മുനീറ. 6ഉം 8ഉം വയസ്സുള്ള 2 പെൺമക്കളുണ്ട് ഇവർക്ക്. മുൻപും ഇതുപോലെ ഇയാൾ പലതരത്തിൽ മുനീറ എന്ന തൻ്റെ സ്വന്തം ഭാര്യയെ ആക്രമിച്ചതിൻ്റെ പേരിൽ ജബ്ബാറിൻ്റെ പേരിൽ കേസുണ്ട്. എന്നിട്ടും തൻ്റെ മക്കളുടെ ഭാവി ആലോചിച്ചുകൊണ്ട് ഈ സഹോദരി വീണ്ടും ഇയാളുടെ കൂടെ ജീവിതം തുടർന്നു. പിന്നീട് അത് അതിദാരുണ സംഭവത്തിലേക്കാണ് നീങ്ങിയത്. എന്താണ് ജബ്ബാറിൻ്റെയും മുനീറയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് എന്നറിഞ്ഞു. കടുത്ത ലഹരി ഉപയോഗമാണ് ഇയാൾക്ക്. ഒരു ജോലിക്കും ഇതുവരെ ജബ്ബാർ എന്ന ഇയാൾ പോയിട്ടില്ല. പിന്നെ ഇവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങളറിഞ്ഞു. 2 മക്കളടക്കമുള്ള ഈ കുടുംബത്തിൻ്റെ ഭക്ഷണ കാര്യം എങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളത് നിങ്ങളറിഞ്ഞാൽ പൊട്ടിക്കരയേണ്ടി വരും. മുനീറ എന്ന ഈ പാവം സ്ത്രീ അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോയി അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് ഇവർ ഭർത്താവെന്ന ഈ ജബ്ബാർ അടക്കമുള്ള ഈ കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ഇയാൾക്ക് ഒരു പണിക്ക് പോകുവാനുള്ള മനസ്സുണ്ടായില്ല. കൂടാതെ തന്നെ പോലും പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഭാര്യയുടെ ഈ ചെറിയ വരുമാനത്തിന് അതിനു വേണ്ടിയായിരുന്നു ഇയാൾ ഈ ക്രൂരകൃത്യം ചെയ്തത്. കടുത്ത ലഹരി ഉപയോഗമാണ് ഇയാൾക്ക്. ഒരു ദിവസം ലഹരി വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് തൻ്റെ ഭാര്യയുടെ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അയാൾ മുനീറയോട് കാശ് ചോദിച്ചു. പക്ഷേ അത് നൽകിയാൽ തങ്ങളുടെ ജീവിതം പോലും വഴിമുട്ടിപ്പോകുമെന്നുള്ള കാര്യം തികച്ചും അറിയാവുന്ന മുനീറ അത് നൽകാൻ തയ്യാറായില്ല. അതുകൊണ്ടാണത്രേ ഈ ക്രൂരനായ ഭർത്താവ് തൻ്റെ ഭാര്യയെ അടുക്കളയിലെ വെട്ടുകത്തിയെടുത്ത് തലങ്ങും വിലങ്ങും വെട്ടി പരിക്കേൽപ്പിച്ചത്. ഗുരുതര നിലയിൽ ചികിത്സയിലായിരുന്ന മുനീറ ഇന്നലെ മരണപ്പെട്ടു. 6ഉം 8ഉം വയസ്സുള്ള 2 പെൺമക്കളുടെ കാര്യമാണ് അതിദുഃഖകരം. അവർക്ക് മാതാവുമില്ലാതെയായി. പിതാവാണെങ്കിലും ജയിലിലും. പ്രദേശവാസികൾ പറയുന്നത് ഈ യുവാവിന് കടുത്ത ശിക്ഷ ഇയാൾക്ക് നൽകണമെന്നാണ് സർവരും ഒന്നടങ്കം പറയുന്നത്. അതുകൊണ്ടെങ്കിലും ഈ സമൂഹത്തിലെ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതാകട്ടെ എന്ന്. നോക്കൂ, ലഹരി ജീവിതങ്ങൾ എങ്ങനെ തകർത്തെറിയുന്നു എന്നുള്ളത്. ഒരു പൊന്നുമക്കൾക്കും ഇത്തരമൊരു ദുരവസ്ഥ വരാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടോ? തുടക്കത്തിലെ അത് തുടച്ചു നീക്കുവാനാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ വഴിയിലേക്കും സമാധാനത്തിലേക്കും നിങ്ങളുടെ ജീവിതം എത്തുന്നില്ലെങ്കിൽ തീർച്ചയായും അത് ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. അല്ലെങ്കിൽ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത അത്രയും ദാരുണമായി മാറിപ്പോകും. ഈ പെൺകുട്ടി സത്യത്തിൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 5-8 വർഷത്തോളമായി. 5-8 വർഷത്തോളം ഈ കുട്ടി അനുഭവിച്ച ഒരു പ്രയാസങ്ങൾക്ക് പിന്നെ ഇപ്പോൾ ശരിക്കും അത് അവസാനമായിരിക്കുകയാണ്. ഈ കുട്ടീൻ്റെ മരണത്തോടു കൂടി അത്രയും പ്രയാസം അനുഭവിച്ച് ആ കൈകൊണ്ട് തന്നെ ആ കുട്ടി മരണപ്പെട്ടും ചെയ്ത്. ഇതിപ്പം നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ ഈ ടിയാന് ഒരിക്കലും ഒരു തൊഴിലിന് അങ്ങനെ പോകാറില്ല. ഒരു കഴിഞ്ഞ 4 മാസമായിട്ട് ഒരു തൊഴിലും പോയിട്ടില്ല. ഈ മുനീറ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് പോയിട്ട് ഡെയിലി 300-400 റുപ്യ കൊണ്ടുവന്ന് ആ പൈസക്ക് സ്വന്തം ലഹരി ആവശ്യാർത്ഥം ആ പണം വേണമെന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ആ പണം കൊടുക്കാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിലാണ് ഈ കുട്ടിക്ക് ഇതിപ്പോൾ നേരിടേണ്ടി വന്നത്. ഇതിൽ ഇപ്പോൾ ഈ കുട്ടീൻ്റെ ഇങ്ങനെ സംഭവിച്ചു. ഇനിയിപ്പോൾ ഇതിൽ 2 പെൺകുട്ടികളാണുള്ളത്. 6-8 വയസ്സായ 2 കുട്ടികൾ തീർത്തും അനാഥരായി. അതിന് പിതാവില്ല. പിതാവ് ഇപ്പോൾ ജയിലിലാണ്, നിയമ നടപടിയിലാണ്. മാതാവ് മരണപ്പെട്ട്. ആ കുട്ടികളെ ഭാവി എന്താ? നമുക്കൊക്കെ കുട്ടിയുള്ളതല്ലേ? നമ്മൾ പെരയിൽ പെൺകുട്ടിയുള്ളതാണ്, നമ്മളെ പെരയിൽ കുട്ടിയുള്ളതാണ്, എല്ലാം ഉള്ളതാണ്. നമുക്ക് എത്ര വേദനയോടെ ഈ കാര്യം ഉൾക്കൊള്ളാൻ പറ്റും? അതാണ്.